ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഗണോറാണ്. സൺഗണോറിന്റെ നമ്മൾ 20 ദിവസം ഉള്ളപ്പോഴത്തെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംഡ് ആക്കിയതാണ്. അതുപോലെ തന്നെ DNA കൺഫേം ചെയ്തതാണ്. DNA കൺഫേം ചെയ്ത മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10 പീസോളം അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം DNA കൺഫേം ചെയ്തതാണ്. നല്ല ടേംഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ്. എല്ലാം ടേംഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. നമ്മൾ 20 ദിവസം ഉള്ളപ്പോഴത്തെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഇപ്പൊ സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫെദറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് കോളേജിൽ പോകുന്നവർക്ക് അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ അനുയോജ്യമായതാണ്. നമ്മളിപ്പോൾ ഒരു 20 ദിവസമുള്ളതിനെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചയോളം 4 നേരം ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെന്ന് പറഞ്ഞാൽ ഒരു 1 വീക്ക് ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. 1 വീക്ക് രാവിലെയും വൈകിട്ടും മാത്രം ജസ്റ്റ് സപ്പോർട്ടിങ് ആണ് നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കുന്നത്. ഇപ്പൊ വാട്ടർ മെലൺ അതുപോലെ തന്നെ സീഡ് സൺഫ്ലവർ സീഡ് ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഫെദർ ആകുമ്പോൾ തന്നെ സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ട് ആവുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ചെറിയ ചിക്കു വേണമെങ്കിൽ നമുക്ക് തീരെ ചെറിയ ചിക്കു അവൈലബിൾ ആയിട്ടുണ്ട്. തീരെ ചെറിയ ചിക്കൻ എന്ന് പറയുമ്പോൾ 20 ദിവസം പ്രായമുള്ളതായിരിക്കും. അത് നമുക്ക് 4 ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് 4 ടൈംസ് ഹാൻഡ് ഫീഡ് 2 വീക്സ് മസ്റ്റായിട്ട് 4 ടൈംസ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അത് 3 ടൈംസ് 2 ടൈംസ് അതിന്റെ ഫെദർ അനുസരിച്ച് നമ്മൾ വളർന്നു വരുന്നതനുസരിച്ചാണ് ഹാൻഡ് ഫീഡിങ്ങിന്റെ ടൈമിങ് കുറച്ച് കൊണ്ടിരുന്നത്. ഇതിപ്പം DNA എടുത്താണ് മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്താണ്. നമുക്ക് DNA അവൈലബിൾ ആണ്. DNA കാർഡും അവൈലബിൾ ആണ്. ഡിഫറെന്റ് ലൈനേജിലുള്ള അവൈലബിൾ ആണ്. ഫെയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്.